അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മിലേക്ക് റമദാൻ അടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷത്തോടുകൂടെ തൻ്റെ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്ന, സന്തോഷവാർത്ത അറിയിച്ചിരുന്ന ദിനരാത്രങ്ങളാണ് അത്താക്കും ഷഹ്റ റമദാൻ. ഇതാ റമദാൻ വരുന്നിട്ടോ, ഷുഹ്റു മുബാറക്, അനുഗ്രഹീതമായ മാസം അതാ നിങ്ങളിലേക്ക് വരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുമ്പിലിരുന്ന ആളുകളോട് പറഞ്ഞിരുന്ന ഒരു മാസം. എന്താ അത്രമാത്രം അതിനെ സന്തോഷത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു കൊടുക്കാനുള്ള കാരണം? റമദാൻ എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. റമദാൻ കൃത്യമായി ആരനുഷ്ഠിച്ചുവോ, റമദാനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചത് ആരാണോ അവന് സ്വർഗമുണ്ട് എന്ന് തീർച്ചയാണ്. 30 ദിവസവും അള്ളാഹു ഭൂമിയിലേക്ക് നോക്കിയിട്ട് നോമ്പനുഷ്ഠിച്ച ആളുകൾ, നിസ്കരിക്കുന്ന ആളുകൾ, കൃത്യമായി റമദാനെ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ, ആ ആളുകളിൽ നിന്ന് ചില ആളുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, അവരെ കൂട്ടത്തിൽ ഉൾപ്പെടണ്ടേ ഞാനും നിങ്ങളും? നമ്മൾ ആഗ്രഹിക്കണ്ടേ അള്ളാഹു ആ സെലക്ട് ചെയ്ത നരകമോചനം നൽകുന്ന, സ്വർഗപ്രവേശനം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. നോക്കൂ, അത് വെറുതെ കിട്ടുമോ? ഇല്ല. എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. മറിച്ച് അതിനുവേണ്ടി തയ്യാറെടുത്ത് വല്ലാത്ത താല്പര്യത്തോടും ഇഷ്ടത്തോടും പ്രതിഫലത്തോടും കൂടെ ഖിയാമു റമദാനും അതുപോലെ തന്നെ സിയാമു റമദാനും, റമദാൻ മാസത്തിലെ രാത്രി നമസ്കാരവും റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠാനവും അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകമായും നമ്മൾ പരിശ്രമിക്കുക. നോക്കൂ, നിങ്ങൾ എല്ലാ ആളുകൾക്കും ഈ നോമ്പനുഷ്ഠിക്കുന്ന, അതുപോലെ തന്നെ രാത്രി നമസ്കാരം നിസ്കരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് കിട്ടുമോ? ഇല്ല. എന്താ കാരണം? അത് പലതും ബാത്തിലായി പോകാൻ അവസരങ്ങളുണ്ട്. ആ ബാത്തിലായി പോകാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത നോമ്പും നമസ്കാരവും ആര് നിലനിർത്തിയോ അവർക്കിത് ലഭിക്കുമെന്നാണ്. എങ്ങനെയാണ് ആ ബാത്തിലായി പോകുന്ന കാര്യമുണ്ടാവുക? പ്രധാനമായും റമദാൻ മാസത്തിലെ നോമ്പാണ്, വ്രതാനുഷ്ഠാനമാണ്. ആ അനുഷ്ഠാനം വളരെ കൃത്യമായി ബിദ്അത്തുകളില്ലാത്ത, ശ്രദ്ധിക്കണേ, ബിദ്അത്തുകളില്ലാത്ത ഒരു നോമ്പാണ് എൻ്റെ ഈ റമദാനിലെ നോമ്പ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. ഒന്നാമത്തെ കാര്യം, എല്ലാ ആരാധനകളിലും പല ആളുകളും ബിദ്അത്തുകൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. റമദാൻ മാസത്തിലെ നോമ്പ് പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചതുപോലെ നോമ്പനുഷ്ഠിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ റമദാനിൽ തുടങ്ങിയത് മുതൽ ആ റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ, റമദാനിൻ്റെ പകലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ബിദ്അത്ത് ചെയ്തു തുടങ്ങൂ എന്നാണ് ചില ആളുകളോട്, നമ്മുടെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൽ പ്രധാനപ്പെട്ട, വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് നിയ്യത്ത് പറയുക എന്നുള്ളത്. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർദ് റമദാൻ എന്ന് പറഞ്ഞിട്ട് റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് നിയ്യത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു നോമ്പ്. ആരാ സഹോദരങ്ങളെ ഇത് പഠിപ്പിച്ചത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഇല്ല. ബിദ്അത്തില്ലാത്ത നോമ്പാവണം എന്നതുകൊണ്ടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു നിയ്യത്ത് റമദാൻ മാസത്തിലെ നോമ്പിന് വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഏത് പണ്ഡിതനാണെങ്കിലും, നിങ്ങൾ ഏത് വിഭാഗക്കാരാണെങ്കിലും, ഏത് സംഘടനക്കാരാണെങ്കിലും, ആ ആളുകളുടെ ഉസ്താദുമാരോടും ചോദിക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസം എത്രയോ റമദാനുകൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, എത്രയോ റമദാനുകൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഹിജ്റ 2ാമത്തെ വർഷമാണല്ലോ റമദാൻ മാസം നോമ്പ് നിർബന്ധമാകുന്നത്. അതിനുശേഷം എന്തായിരുന്നാലും ബാക്കി 8 വർഷങ്ങളുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ 9 വർഷത്തെ റമദാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റമദാനിലെ ഒരു നോമ്പിന് ഇങ്ങനൊരു നിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചോ? ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച നിയ്യത്ത് ഏതാണ് ഉസ്താദെ എന്ന് ചോദിക്കാൻ, മൗലവി എന്ന് ചോദിക്കാൻ, മുസ്ലിയാരെ എന്ന് ചോദിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. മടി കാണിച്ചാൽ നമ്മുടെ നോമ്പാണ് നബി അനുഷ്ഠിച്ച നോമ്പിൽ നിന്നും വഴി തിരിച്ചു പോയ നോമ്പായി മാറാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പിനും ഒരു നിയ്യത്തും പറഞ്ഞുകൊണ്ട് അനുഷ്ഠിച്ചതായിട്ട് വ്യക്തമായ ഒരു തെളിവും, സ്വഹീഹായ ഒരു തെളിവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാരെയും കൊച്ചാക്കാനല്ല, ആരെങ്കിലും മോശമാക്കാനല്ല, മറിച്ച് നമ്മുടെ നോമ്പ് നബി അനുഷ്ഠിച്ച നോമ്പായി മാറണം എന്നൊരു ചിന്തയുള്ള ആളുകൾക്ക് ഈ കാര്യമൊന്ന് അന്വേഷിച്ച് റമദാനെ സ്വീകരിക്കാൻ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.